വീശുന്ന ഇരുട്ടർ എൻ്റെ കണ്ണുകളെ എനിക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചു. ഇല്ല ഇല്ല, എനിക്ക് സാധിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാനിനി ഈ ലോകത്തിലില്ല എന്നുള്ള സത്യം. അതെ, ഞാൻ ബ്രെയിൻ ഡെത്തായിരിക്കുന്നു. അതെ, പിന്നെ എന്തിനെന്നെ ഇവർ അനേകം ട്യൂബുകളുടെ സഹായത്താൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ഇടയിൽ എന്നെ കിടത്തിയിരിക്കുന്നു. എന്റെ ശരീരത്തിൽ നിന്നും എന്റെ ജീവൻ പോയിരിക്കുന്നു. ICUവിന്റെ വരാന്തയിൽ എന്റെ വരവും കാത്ത്, എന്റെ ചിരിക്കുന്ന മുഖത്തോടുള്ള വരവും കാത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എന്റെ എല്ലാമായ സാന്ദ്ര. ഈ ലോകം എന്തെന്ന് തിരിച്ചറിയാൻ പോലും അറിയാത്ത എന്റെ പൊന്നുമോളും എന്റെ വരവിനായി കാത്തിരിക്കുന്നു. ഈ ആശുപത്രിക്കാർ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്? എന്റെ ബ്രെയിൻ പോയി എന്നറിഞ്ഞിട്ടും അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയല്ലേ എന്നെ അവരിങ്ങനെ കിടത്തിയിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്ന് ICUവിന്റെ വാതിൽ തുറന്നു. എന്റെ സാന്ദ്രയോട്, എന്റെ എല്ലാമായ സാന്ദ്രയോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഒന്നും അറിയാൻ വയ്യാത്ത നിശ്ചലമായിരിക്കുന്ന എന്റെ സാന്ദ്ര ആ പേപ്പറുകളിലൊക്കെ എവിടൊക്കെയോ ഒപ്പിട്ട് കൊടുക്കും. ഒരു സത്യം അവൾ മനസ്സിലാക്കുന്നു. അവളുടെ എല്ലാമായ ഈ ലോകത്തു നിന്ന് പോയി എന്നുള്ള സത്യം ഔപചാരികരുടെ പേരിൽ ആ സിസ്റ്റർ അവളെ അറിയിച്ചു. സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. ഇല്ല, എനിക്കത് കാണാനുള്ള കരുത്തില്ല. അവൾ അലമുറയിട്ട് കരയുകയാണ്. ICUവിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അവൾ അകത്തേക്ക് പായുകയാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോളും അവളുടെ പുറകെ ഓടി. എന്റെ തണുത്ത കൈ കൊണ്ട് എന്റെ പൊന്നുമോളെ പിടിക്കാൻ ഞാൻ നോമ്പുകയാണ്. അകത്തെ കട്ടിലിൽ വെള്ളം ഉറപ്പിച്ച ഒരു ശരീരം മാത്രം. എന്റെ സാന്ദ്ര എന്റെ ദേഹത്തെ കലമുറയിട്ടുകൊണ്ട് കരഞ്ഞു വീണു. എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവളെ ഞാൻ പിടിച്ചു മാറ്റുന്നുണ്ട്. പക്ഷേ എന്റെ കൈക്ക് ബലമില്ല. എന്റെ ശരീരം അനങ്ങുന്നില്ല. ഇല്ല, എന്റെ പൊന്നുമോളും എന്റെ ദേഹത്തെ കലമുറയിട്ടുകൊണ്ട് കരഞ്ഞു വീണു.
ഇല്ല, എനിക്കത് കണ്ടു നിൽക്കാൻ വയ്യ. ഞാൻ ഇറങ്ങി ഓടി അവിടെ നിന്നും. എങ്ങോട്ടാണെന്ന് അറിയില്ല. എന്റെ ആത്മാവ് പായുകയാണ്. അങ്ങനെ ആ നശിച്ച ദിവസത്തേക്ക് ശേഷമുള്ളൂ